എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഫ്ലവർ കേക്ക് അഥവാ പൂ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അവനൊന്നും വേണ്ട, നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായക്കട പലഹാരമാണ്. വെട്ട് കേക്കിൻ്റെ രീതിയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിൽ എക്സ്ട്രാ ആയിട്ട് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി അഥവാ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തു. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നല്ലൊരു ഫ്ലേവർ കേക്കിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. സോഡാപ്പൊടിയും ഉപ്പും ഏലക്കാപ്പൊടിയൊക്കെ നമ്മളിതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്കിൽ അവിടെ ഇവിടെയായിട്ട് കട്ട പിടിച്ച് കിടക്കില്ല. നന്നായിട്ട് മിക്സാക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത് മുട്ട വെച്ചിട്ടാണ്. 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വലിയൊരു മുട്ടയാണ്. 3 മുട്ടയിലേക്ക് നമ്മൾ 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഈ മുട്ട തണുത്ത മുട്ടയല്ല, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ആണ് ചേർക്കുന്നത്. അതോടൊപ്പം തന്നെ ഓപ്ഷണലാണ് യെല്ലോ ഫുഡ് കളറും കൂടി ചേർക്കുന്നുണ്ട്. യെല്ലോ ഫുഡ് കളർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം മഞ്ഞൾപ്പൊടി ചേർത്താലും മതി. പക്ഷെ മഞ്ഞൾപ്പൊടിയും ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുമ്പോൾ ഒരു റെഡ് കളർ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കളറില്ലെങ്കിൽ ചേർക്കേണ്ടതേ ഉള്ളൂ. അപ്പോൾ ഈ പഞ്ചസാരയും മുട്ടയും കൂടെ നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. നന്നായിട്ടൊരു സ്പൂൺ വെച്ചോ തവി വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് അലിയിച്ച് എടുക്കുക. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ കേക്ക് കുഴയ്ക്കാനായിട്ട് നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളമോ ഒന്നും തന്നെ എടുക്കില്ല. മുട്ടയിലാണ് നമ്മൾ ഈ കേക്ക് മുഴുവനായിട്ട് കുഴച്ചെടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദ ചേർക്കാം. ഇനി നമ്മളൊന്ന് ഇളക്കിയതിന് ശേഷം നോക്കാം നമുക്കിതിൽ എക്സ്ട്രാ ആയിട്ട് പൊടി വേണമെന്നുള്ളത്. നമ്മളിവിടെ 2 കപ്പ് മൈദ കൂടാതെ ഒരു 1/2 കപ്പ് മൈദയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ 1/2 കപ്പ് മൈദ എടുത്തിട്ട് മൊത്തത്തിൽ ഒഴിക്കേണ്ട. 2 കപ്പ് ആദ്യം ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഓരോ സ്ഥലത്തെ മുട്ടകളുടെ വലിപ്പം വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് പൊടി നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലൂസ് ആവുകയാണെങ്കിൽ കുറച്ച് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. നെയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടറോ എണ്ണയോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പം നമ്മൾ കേക്കിന് വേണ്ടിയിട്ടുള്ള മാവ് നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മൂടി വെച്ചതിന് ശേഷം ഇതൊരു പാത്രത്തിൽ എടുത്തതിന് ശേഷം മുകളിലായിട്ട് കുറച്ച് ബട്ടർ അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ നെയ്യോ ഏത് വേണമെങ്കിലും തടവിയതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. മിനിമം 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോഴാണ് മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഈ മാവ് നന്നായിട്ട് പരത്തിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പുകളിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മളിതിന് മുൻപ് ഒരു വെട്ട് കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ ഒരു ഷേപ്പിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് കുറച്ചുകൂടെ ചെറിയ ഷേപ്പിലും അതുപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന ഫ്ലേവറും ഒക്കെ കുറച്ച് വ്യത്യാസമാണ്. പിന്നെ നമ്മളിതിൽ റവയൊന്നും ചേർക്കുന്നില്ല. അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് പരത്തിയെടുക്കാം. മുകളിലായിട്ട് നന്നായിട്ട് പൊടി ഇട്ടതിന് ശേഷം പരത്തുമ്പോൾ നിങ്ങളുടെ വറക്കാനെടുക്കുന്ന പാത്രത്തിൻ്റെ അളവനുസരിച്ചിട്ട് ഇതിൻ്റെ കട്ടി നിങ്ങൾക്ക് തീരുമാനിക്കാം. നമ്മളിവിടെ കുഞ്ഞൊരു ചീനിച്ചട്ടിയിലാണ് ഇത് വറക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള കട്ടിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഇതുപോലെ ഒരു അടപ്പമോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള അത്രയും വട്ടത്തിൽ ഇത് കട്ട് ചെയ്ത് എടുക്കാം. വെട്ട് കേക്ക് വേറൊരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കട്ട് നോക്കണം. അപ്പോൾ ഇതുപോലെ കുഞ്ഞു റൗണ്ടായിട്ട് നമ്മൾ മുറിച്ചെടുത്തു. ഇനി ഇതെങ്ങനെ ഫ്ലവർ ആക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. വളരെ ഈസിയാണ്. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പം ഇതിൻ്റെ എൻഡ് വരെ കട്ടാകാതെ ഒന്ന് സൂക്ഷിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ബാക്കി നമ്മൾ വന്ന മാവും വീണ്ടും ഉരുട്ടി പരത്തിയിട്ട് കട്ട് ചെയ്ത് എടുക്കാം. നമ്മൾ നന്നായിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഇടുമ്പോൾ എണ്ണ കുറച്ച് ചൂടായിരിക്കണം. പിന്നെ അത് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം വേവില്ല, പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ചെറുതീലിട്ട് വേണം ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം ചൂട് ചായയുടെ കൂടെയും കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചായക്കട പലഹാരമാണ്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്